നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തൃണമൂൽ കോൺഗ്രസിനെയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും ചൊല്ലി കോൺഗ്രസിൽ കലാപം രൂക്ഷമാകുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം വേണ്ടി വന്നാൽ ഇന്ത്യ മുന്നണിയെ തങ്ങൾ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് മമതയുടെ വാഗ്ദാനമാണ് പോരിന് ഇടയാക്കിയത്. ബംഗാളിൽ തൃണമൂലും കോൺഗ്രസും തമ്മിൽ ശക്തമായ പോരാണ് ഇപ്പോൾ നടക്കുന്നത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ബംഗാളിലെ കോൺഗ്രസ് അധ്യക്ഷയുമായ അധിർ രഞ്ജൻ ചൗധരി കടുത്ത മമത തൃണമൂൽ വിരോധിയാണ്. മമതയുടെ വാഗ്ദാനത്തിനെതിരെ അധിർ രഞ്ജൻ ചൗധരിയും രംഗത്ത് വന്നിരുന്നു. തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് BJPക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നും നേരത്തെ അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞിരുന്നു. അധിറിന്റെ തൃണമൂൽ മമത വിരുദ്ധ നിലപാടിലെ ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും കടന്നാക്രമിച്ചു. ഇതോടെ പാർട്ടിയിൽ മമതയുടെ പേരിൽ വലിയ പ്രതിസന്ധി തന്നെ ഉടലെടുത്തിരിക്കുകയാണ്. തൃണമൂലിനെ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആണ്, അല്ലാതെ അധിർ രഞ്ജൻ ചൗധരി അല്ല എന്നും ഖാർഗെ പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി അല്ല തീരുമാനിക്കുന്നത് കാര്യങ്ങൾ. മമത മുന്നണിയുടെ ഭാഗമാണ്. സഖ്യം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അധിറിന് ആരുമല്ല. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി നിലകൊണ്ടാൽ ആരായാലും പാർട്ടിക്ക് പുറത്താകും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മമതയെ സർക്കാരിൽ ചേർക്കുമെന്നും ഖാർഗെ പറഞ്ഞു. മമതയുടെ ഹൈക്കമാൻഡ് സമീപനം മൃദുവാണ്. ഇത് കോൺഗ്രസിന്റെ ബംഗാൾ നേതൃത്വത്തിൽ അതൃപ്തിയാണ് ഉണ്ടാക്കുന്നത്. അധിർ ആണെങ്കിൽ മമതയോട് നേരിട്ട് പൊരുതുകയുമാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് മുതൽക്കേ തന്നെ മമതയും അധിർ രഞ്ജൻ ചൗധരിയും തമ്മിൽ ശക്തമായ എതിർപ്പാണുള്ളത്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് പാർട്ടി ദേശീയ നേതൃത്വത്തിന് പിന്തുണ ലഭിക്കുന്നതുമില്ല. മമതയോടുള്ള എതിർപ്പ് അധിർ രഞ്ജൻ ചൗധരി പല കുറിയായി പരസ്യമായി പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇത് ഹൈക്കമാൻഡിനെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സോണിയയും രാഹുലിനെയും അധിറിന്റെ നിലപാടിൽ രോക്ഷം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് പാർട്ടി അധ്യക്ഷൻ ഖാർഗെയുടെ താക്കീതായി വിലയിരുത്തപ്പെടുന്നത്. ബംഗാളിലെ പല കോൺഗ്രസ് നേതാക്കളും ഹൈക്കമാൻഡിന്റെ മമത അനുകൂല നിലപാടിൽ അതൃപ്തരാണ്. പലരും ഇത് പരസ്യമായി പറയുന്നില്ലെന്ന് മാത്രം.